അസ്സലാമു അലൈക്കും. അസ്സലാം. റമളാൻ 21 മൗലാന ഇമാം സയ്യിദുന അലിയും കറമല്ലാഹു വജ്ഹു മഹാനവറുകളുടെ വിസാൽ ദിനമാണ്. അപ്പോൾ ഇന്ന് നമുക്ക് മഹാനവറുകളെ കുറിച്ച് സംസാരിക്കാം. ഷാഹെ മർദാൻ ഷേർ യസ്ദാൻ ഖുവത്തെ പർവർദിഗാർ ലാ ഫത്താ ഇല്ലാ ഇല്ലാ അലിയും വലാ സൈഫ ഇല്ലാ ദുൽഫുഖാർ. നമ്മൾ ബഹുമാനപ്പെട്ട അലിയുൻ കറമല്ലാഹു വജ്ഹു ഇസ്ലാമിക ചരിത്രം നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ, ഒരു ചരിത്രം പരിശോധന എന്ന് നടത്തി നോക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു അത്ഭുതകരമായ ഒരു വ്യക്തിത്വം നമുക്ക് വേറെ ഇപ്പോൾ ഒരേ സമയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിർവഹിച്ച ആ ഉത്തരവാദിത്വത്തോടൊപ്പം അതേ രൂപത്തിൽ ചേർന്ന് നിൽക്കുന്ന വേറൊരു വ്യക്തി ഒരു അവസ്ഥ നമുക്ക് കാണാൻ കഴിയില്ല അലി റളിയല്ലാഹു അല്ലാതെ. കാരണം അലി റളിയല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള ചരിത്രം ഒരു 63 വർഷത്തെ ജീവിതം എന്ന് പറഞ്ഞാൽ അത് പൂർണ്ണമായും ഇസ്ലാമിലൂടെയാണ് പോകുന്നത്. കാരണം കഅബക്കകത്ത് ജനിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആത്മാന്വേഷണം ആയിട്ട് ഹിറാ ഗുഹയിലും മറ്റൊക്കെ എടുക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ വീട്ടിലെ താമസക്കാരനാകുന്നു. കുട്ടിക്കാലത്ത് 8-10 വയസ്സാകുമ്പോഴേക്ക് തന്നെ ഇസ്ലാം സ്വീകരിക്കുന്നു. ആദ്യമായി ഇസ്ലാം ജനങ്ങളുടെ മുമ്പിൽ പറയുമ്പോൾ അതിൻ്റെ എല്ലാ ഉത്തരവാദിത്വവും ഏറ്റെടുക്കുന്നത് ഈ 8-10 വയസ്സുള്ള കുട്ടിയാണ്. അപ്പം അത്തരത്തിലാണ് ഇത്രത്തോളം ചെറുപ്പത്തിലെ ഒരു ബാല്യം എന്ന് പറയുന്ന ബാല്യത്തിൻ്റെ ഒക്കെ ഒരു ശൈശവഘട്ടത്തിലെ ഇസ്ലാമിൻ്റേതായ ദൗത്യം തന്നെ ഏറ്റെടുക്കണം. അപ്പോൾ അങ്ങനെ ഇസ്ലാമിക ചരിത്രത്തിൻ്റെ എല്ലാ ഘട്ടത്തിലും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വിയോഗം വരെയുള്ള ഘട്ടങ്ങൾ, ആ ഘട്ടങ്ങളിൽ ഓരോ നിമിഷത്തിലും ഓരോ അവസ്ഥയിലും എല്ലാ ഘട്ടങ്ങളിലും അലി റളിയല്ലാഹുവിനുണ്ട്. ബദറിൽ ഹിജ്റയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പകരം അവിടെ കടന്നു എന്നുള്ളത് അത്ഭുതപ്പെടുത്തുന്ന അത്രയും വല്ലാത്തൊരു ധീരമായൊരു അത്ഭുതകരമായൊരു വിഷയമാണ്. അപ്പോൾ അതുപോലെ പിൽക്കാലഘട്ടത്തിൽ ഓരോ സന്ദർഭത്തിലുണ്ടായതൊക്കെ അങ്ങനെയാണ്. ബദറിലായാലും ആദ്യം തുടക്കം കുറിക്കുന്നതും അലി റളിയല്ലാഹു തന്നെയാണ്. പിന്നീട് ഓരോ വിഷയങ്ങൾ ഹൈബറിലായാലും അവസാനം ഈ ക്രിസ്ത്യാനികളുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളിൽ ഈ ഒരു യുദ്ധം എന്നുള്ള വിഷയത്തിലല്ല അവിടെ നടന്നത്. അത് ഈ അവിടുത്തെ മുബാഹല വിഷയമാണ്. അപ്പം അവിടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹുവിനെയും ആ കുടുംബത്തെയും അലി റളിയല്ലാഹുവിൻ്റെ അവിടുത്തെ ഭാര്യ ഫാത്തിമത്ത് സഹ്റ ബത്തൂൽ റളിയല്ലാഹു തആല അവരെ 2 മക്കൾ ഹസൻ റളിയല്ലാഹു അൻഹു ഹുസൈൻ റളിയല്ലാഹു അൻഹു മുന്നോട്ട് വെച്ചിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതും ഫത്ഹാക്കുന്നത്. കാരണം അത് വേറൊരു ഫത്ഹാണ്. മക്ക വിജയിക്കുക എന്നുള്ള ഇസ്ലാമിൻ്റെ മൊത്തത്തിലുള്ള എല്ലാ വിജയത്തിൻ്റെയും അൾട്ടിമേറ്റ് ആയിട്ടുള്ള വിജയമാണ്. അതും പൂർത്തിയാക്കുന്നത് അലി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നുബുവത്തിൻ്റെ നുബുവത്തിൻ്റെ സീല് പതിഞ്ഞ അവിടെ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ കാൽപാദം വെച്ചുകൊണ്ട് അലി റളിയല്ലാഹു അൻഹു കഅബയിൽ മുകളിൽ മച്ചിലേറിയിട്ടാണ് ആ പ്രഖ്യാപനത്തിൻ്റെ ഘട്ടം നടക്കുന്നത്. പിന്നെ അവസാനത്തെ ഹജ്ജ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിടവാങ്ങൽ ഹജ്ജ്, അവിടെയും അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് കൃത്യമായ നിർദ്ദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വന്നു. എന്ത്? യാ അയ്യുഹർ റസൂല് ബല്ലിഗ് മാ ഉൻസില ഇലൈക, റസൂലെ ബല്ലിഗ് മാ ഉൻസില ഇലൈക, നിങ്ങൾക്ക് ഇറക്കപ്പെട്ടത് നിങ്ങൾ എത്തിച്ചു കൊടുക്കുക. വഇല്ലം തഫ്അൽ ഫമാ ബല്ലഗ്ത റിസാല, നിങ്ങളിത് അടുത്ത തലമുറകളിലേക്ക് എത്തിച്ചു കൊടുക്കണില്ലെങ്കിൽ നിങ്ങൾ കുറ്റക്കാരനാകും എന്ന് പറഞ്ഞുകൊണ്ട് ഈ ആയത്ത് അള്ളാഹു സൂറത്തുൽ മാഇദയിലെ ആയത്ത് ആ സമയത്ത് ഇറക്കുന്നത്. അപ്പോൾ പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ആ ഹജ്ജത്തുൽ വിദാഇൻ്റെ അവസരം അതിന് തിരഞ്ഞെടുത്തില്ലെങ്കിൽ ആ വിടവാങ്ങൽ ഹജ്ജ് കഴിഞ്ഞ് മടങ്ങി വരുന്ന സമയത്ത് ഒദീറിൻ്റെ അവിടെ വെച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പ്രഖ്യാപിക്കണം. അപ്പം പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിൻ്റെ സമയത്ത് അവിടുത്തെ എല്ലാ കാര്യങ്ങളും നിർവഹിക്കുന്ന കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തം എന്നുള്ള അലി റളിയല്ലാഹുവിനാണ്. അതേപോലെ നമുക്കറിയാം ആ വേർപാടിൻ്റെ സമയത്ത് കുടുംബത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നിർവഹിക്കുന്നതോടൊപ്പം പിന്നീട് ബഹുമാനപ്പെട്ട സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടുന്ന് ഖലീഫയായിട്ട് അവരോധിക്കപ്പെടുമ്പോൾ അതിൻ്റെ ചരിത്രഘട്ടങ്ങൾ നമ്മൾ വിശദീകരിക്കപ്പെടേണ്ട. അപ്പം ആ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു രംഗത്ത് വരുമ്പോൾ ആ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ഒപ്പം അലി റളിയല്ലാഹു അൻഹു അതിന് എല്ലാവിധ പിന്തുണയും നൽകിക്കൊണ്ട് അത് നിൽക്കുകയാണ്. പിന്നീട്
ഉമർ റളിയല്ലാഹുവിൻ്റെ കാലഘട്ടങ്ങളിൽ ഒരുപാട് എല്ലാ വിധി പല വിഷയങ്ങളിലും അലി റളിയല്ലാഹുവിന് അന്തിമ വിധി കൽപ്പിച്ചിരുന്നു. അപ്പം അത് ആ ഒരു 10 കൊല്ലത്തോളം ഉമർ റളിയല്ലാഹുവിൻ്റെ വർഷങ്ങളും ഉമർ റളിയല്ലാഹു ഖലീഫയായി അമീറുൽ മുഅ്മിനീനായി നിൽക്കുന്ന വർഷങ്ങളിലും അവിടെ ദൗത്യത്തിൻ്റെ ഒരു അതുകൊണ്ടാണ് ഉമർ റളിയല്ലാഹു തന്നെ പറഞ്ഞ ലൗലാ അലിയുൻ ലഹലക ഉമർ, അലി ഇല്ലായിരുന്നെങ്കിൽ ഉമർ നശിച്ചേനെ എന്ന് പറഞ്ഞത്. അതേപോലെ തന്നെ ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിൽ അത് പല രൂപത്തിൽ നിന്നിട്ടുണ്ട്. അവസാനത് ഉസ്മാൻ റളിയല്ലാഹു ഷഹീദാകുന്ന ഒരു സന്ദർഭത്തിൽ വരെ അലി റളിയല്ലാഹു, ഹസൻ റളിയല്ലാഹു, നസ്ർ റളിയല്ലാഹു വീട്ടിൽ വീട് വളഞ്ഞവർ ഇത് പ്രതിരോധിക്കാനൊക്കെ വേണ്ടി രംഗത്ത്. അപ്പോൾ ഈ കാലഘട്ടങ്ങളിലൊക്കെ അലി റളിയല്ലാഹു വേറെ, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഒരേ സമയം ഇസ്ലാമിൻ്റെ ഒരു മുന്നണി പോരാളി എന്നുള്ള നിലയ്ക്ക് എല്ലാ രംഗത്തും നിന്നതുപോലെ മറ്റ് 3 ഖലീഫമാരുടെ കാലഘട്ടത്തിൽ അലി റളിയല്ലാഹു വ്യത്യസ്തമായൊരു രീതി, അതായത് ഇസ്ലാമിൻ്റെ ആത്മീയമായിട്ടുള്ള ഒരു ശക്തി രൂപപ്പെടുത്തി വരുന്ന രീതിയിൽ അതിന് ഏറ്റവും വലിയ രാഷ്ട്രീയ രംഗത്തോ പൊതുരംഗത്തൊന്നോ എൻ്റെ മുഖ്യധാരയിൽ നിന്ന് മാറി എന്നല്ല, മുഖ്യധാരയിലുണ്ട്, മുഖ്യധാരയിൽ അലി റളിയല്ലാഹു, പക്ഷേ കൂടുതൽ സമയം ആത്മീയമായ കാര്യങ്ങളെ ശക്തിപ്പെടുത്തി കൊണ്ടുവരാൻ. കാരണം അതാണ് പിൽക്കാലഘട്ടത്തിലേക്ക് ഇസ്ലാമിൻ്റെ തുടർച്ച, അതിലൂടെയാണ് പോവുക, ആത്മീയതൻ്റെ തുടർച്ച. അതൊരു രാഷ്ട്ര സംവിധാനത്തിനും ഒരു ഭൗതികമായ സംവിധാനങ്ങൾക്കും ഇപ്പോൾ ഖിലാഫത്തിലൂടെ ഉണ്ടായിത്തീരുന്ന അതിൻ്റെ ഒരു രാഷ്ട്ര സംവിധാനം, ഈ രാഷ്ട്ര സംവിധാനത്തിലൂടെ ആത്മീയതനെ കൊണ്ടുപോകാൻ കഴിയില്ല. ആത്മീയതനെ കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ അതാണ് ഇസ്ലാം, മതം, ദീൻ എന്ന് പറഞ്ഞ സാധനം. അത് അവിടെ പോകുന്നതിൻ്റെ ഉത്തരവാദിത്വം നിർവഹിക്കുക എന്നുള്ള അതിനിർണായകമായ, കാരണം ഇസ്ലാമിനെ ബാക്കി വെക്കുക എന്നുള്ള, രാഷ്ട്രം ബാക്കി വെച്ചുകൊണ്ട് കാര്യമില്ല, അള്ളാഹുവുമായിട്ടുള്ള ബന്ധം, ഈ ആത്മാവിൻ്റെ ബന്ധം, അതും ഈ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതും അതിൻ്റെ പിൽക്കാല തലമുറകളെ സൃഷ്ടിക്കുക എന്നുള്ള ഏറ്റവും വലിയ ഉത്തരവാദിത്വം, നിർണായകമായ ഉത്തരവാദിത്വം അലി റളിയല്ലാഹു നിർവഹിച്ച കാലങ്ങളാണ് ഈ 3 കൊല്ലം. 3 ഖലീഫമാരുടെ സ്റ്റേജ് 30 കൊല്ലത്തോളം, അലി റളിയല്ലാഹുവിൻ്റെ കാലം കൂടി കൂട്ടിയിട്ട് അത് 30 കൊല്ലത്തോളം വരും. അപ്പോൾ അലി റളിയല്ലാഹു അവിടെ പിന്നെ ആ കാലം കഴിയുമ്പോൾ അലി റളിയല്ലാഹു ഈ ഭരണസാരഥ്യവും ഈ രാഷ്ട്രീയമായ നേതൃത്വവും അലി റളിയല്ലാഹു ഏറ്റെടുക്കുന്നതോടുകൂടി അലി റളിയല്ലാഹുവിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ, അങ്ങനത്തെ ഒരു ഉത്തരവാദിത്വം നിർവഹിച്ച ഒരു ചരിത്രത്തിൽ നമ്മൾ എങ്ങനെ പരിശോധിച്ച് കഴിഞ്ഞാലും ഇങ്ങനെയൊക്കെ ഒരു അത്ഭുതകരമായ, കാരണം ഇതൊന്നും അള്ളാഹു നേരെ തീരുമാനിച്ച് വന്ന ഒരു വിഷയമായിട്ടല്ലാതെ ഈ കാര്യം നടക്കില്ല. കാരണം ഇത് അത്രത്തോളം സമ്പൂർണ്ണമാണ്. ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളും, കാബയിൽ ജനിച്ചത് മുതൽ കൂഫയിൽ നിസ്കാരത്തിൽ സുജൂദിൽ പിന്നെ ഒരു വെട്ടേൽക്കുന്ന റമദാൻ 19 തന്നെ ആ വെട്ടേൽക്കുന്ന നിമിഷം വരെ, അത് കഴിഞ്ഞ് റമദാൻ 21 നമ്മൾ ലൈലത്തുൽ ഖദറിൻ്റെ അവസ്ഥകൾ പറയപ്പെടുന്ന ആ രാവിൽ മഗ്‌രിബ് നിസ്കാരത്തോടനുബന്ധിച്ച് വിടവാങ്ങുന്നത്, എത്രത്തോളം ഒരു ഈ കൃത്യമായ ഒരാളെ പ്ലാൻ ചെയ്തിട്ട് ഈ ആൾ ഇങ്ങനെയാണ് ജീവിക്കേണ്ടതെന്നുള്ള വ്യക്തമായൊരു പ്ലാനും അതിൻ്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ളൊരു പ്ലാൻ ചെയ്ത് അയച്ചതുപോലെയാണ് ബഹുമാനപ്പെട്ട അലിയൻ കറമല്ലാഹു വജ്ഹുഹു മഹാനവറുകളുടെ ജീവിതം ഉണ്ടായത്. കാരണം ആ ഓരോ രാത്രികൾക്കും ഓരോ സമയങ്ങൾക്കുള്ള പവിത്രതകളും, ഇപ്പം ഒരു സുബഹി നിസ്കാരം എന്ന് പറഞ്ഞാലും മഗ്‌രിബ് നിസ്കാരം എന്ന് പറഞ്ഞാലും ഇതിനൊക്കെയുള്ള കാരണം അവിടെ വെട്ടേൽക്കുന്നത് സുബഹിക്ക് വെട്ടേൽക്കുകയും 21-ന് 21-ാം രാവിൻ്റെ ആ മുഹൂർത്തത്തിൽ മഗ്‌രിബ് നിസ്കരിക്കുന്നതോടുകൂടി അലി റളിയല്ലാഹു വിടും. പക്ഷേ ചരിത്രത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എന്താണെന്ന് വെച്ചാൽ, എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം, ഇങ്ങനെ ലോകത്തെ ഇത്ര വലിയ ഒരു ഒരു പിന്നെ എന്തായാലും ഒരു ചക്രവർത്തിയാണല്ലോ, ലോകം മുഴുവൻ ഭരിച്ച ഒരു അതിൻ്റെ അത്രത്തോളം വലിയ ഭരണം നടത്തിയ ഒരാൾ, ആ ഒരു അവസ്ഥയിൽ തന്നെ ഒരു ഭരണാധികാരിയായിരിക്കെ വിടവാങ്ങിയിട്ട് ആളുടെ ഖബറിടം എവിടെയെന്ന് നൂറ്റാണ്ടുകൾ അങ്ങനെ ഒരു അറിവ് തന്നെ ഇല്ലായിരുന്നു. ഇപ്പോഴും കൃത്യമായൊരു അറിവില്ല. കാരണം ഇമാം ജാഫർ സാദിഖ് റളിയല്ലാഹു കുറേ കാലം കഴിഞ്ഞിട്ട് വന്നിട്ട് അവിടുത്തെ പരമ്പരയിൽ 5-ാമത് 6-ാമതുമായി വന്ന കുടുംബ പരമ്പരയിൽ പിന്നീട് വന്ന ജാഫർ സാദിഖ് ഇമാം റളിയല്ലാഹു തആല അൻഹു ഒരു സ്ഥലം കാണിച്ചു കൊടുക്കുകയും അവിടെ ഒരു ഖബർ അവിടെ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കുകയാണ് ചെയ്തത്. അതല്ലാതെ അവിടെ ഒരു ഖബറില്ല. എന്നിട്ട് ഇത്ര വലിയൊരു രാജഭരണാധികാരി ഈ ഇസ്ലാമിക ലോകത്ത് നിന്ന് ഒരു അതായത് ഏറ്റവും വലിയ രാഷ്ട്രീയ കേന്ദ്രത്തിൽ അതിൻ്റെ ദൗത്യങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുക ലോകത്തുനിന്ന് വേർപെട്ട് പോയിട്ട്, അതാണ് ഈ റമദാൻ 21-ന് വേർപ്പെടുമ്പോൾ അതിൻ്റെ എവിടെയാണ് ഈ ആളുടെ ഖബറ് എന്നുള്ളത് കാരണം അതൊരു അന്വേഷണം വരുമല്ലോ, എന്താണ് എവിടെ.
എന്നുള്ളതൊരു ചോദ്യമാണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം അവിടെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അതിനെ ചുറ്റിപ്പറ്റിയിട്ടും കാര്യങ്ങളും ഒക്കെ രൂപപ്പെട്ടവരാണല്ലോ. സിദ്ദീഖ് റളിയല്ലാഹു, ഉമർ റളിയല്ലാഹു, ഉസ്മാൻ റളിയല്ലാഹു ഒക്കെ അവിടെ ഉണ്ട്. എവിടെയാണ് ഈ 4ാമത് ഖലീഫ എവിടെയെന്നുള്ള ഒരു ചോദ്യം പോലും ഇല്ലാത്ത രൂപത്തിൽ അത് മറക്കപ്പെട്ടു എന്നുള്ളതിനേക്കാളും വലിയ അത്ഭുതം എനിക്ക് വേറൊന്നും തോന്നണില്ല. അപ്പം അതിൻ്റെ പിന്നിലുള്ള രഹസ്യങ്ങൾ എന്തായിരിക്കാം എന്നുള്ളത് വലിയൊരു വിഷയമാണ്. അപ്പോൾ അലി റളിയല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം അലി റളിയല്ലാഹുവിൻ്റെ ഏറ്റവും വലിയ അങ്ങേറ്റത്തെ ഔന്നത്യത്തിൻ്റെ ഔന്നത്യം എന്ന് പറഞ്ഞാൽ ഇതൊന്നുമല്ല, അത് ബഹുമാനപ്പെട്ട ഉമ്മി ഫാത്തിമത്ത് സഹ്റ ബത്തൂൽ റളിയല്ലാഹു തആല അൻഹയുമായിട്ടുള്ള ബന്ധമാണ്. അതിലൂടെയാണ് ഈ ആ ഒരു വിഷയത്തിന് അതിന് യോഗ്യത ആയി എന്നുള്ളതാണ് അലി റളിയല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പൊരുളും. അത് ആ ഒരു അതിലൂടെ രൂപപ്പെട്ട അഹ്ലു ബൈത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഹ്ലു ബൈത്ത്, അത് കുടുംബ പരമ്പര എന്നുള്ള നിലക്കല്ല, അത് ഒരു കുടുംബ പരമ്പര എന്നുള്ള നിലക്ക് നോക്കുമ്പോൾ സയ്യിദന മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി ഖദ്ദസല്ലാഹു സിർറഹു, അഹ്മദുൽ കബീർ റിഫായി ഖദ്ദസല്ലാഹു സിർറഹു, ഇങ്ങനെ നമ്മൾ ആരൊക്കെ ഇന്ത്യയിലും മറ്റ് ലോകത്തൊക്കെ എടുത്താലും ഈ കുടുംബ പരമ്പരയുടെ നാഥന്മാരാണ് 1400 വർഷമായിട്ട് ഇസ്ലാമിൻ്റെ ആത്മീയമായിട്ടുള്ള ആത്മീയ ശക്തി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന്. അതായത് അവർ ഒരേ സമയം അലി റളിയല്ലാഹുവിൻ്റെ കുടുംബ പരമ്പരയിലും വന്നു, രണ്ടാമത് അവർ അലി റളിയല്ലാഹുവിൻ്റെ ആത്മീയ പരമ്പരയിലും വന്നു. ഇത്രത്തോളം വലിയ ഒരു അത്ഭുത ജീവിതം എന്ന് പറഞ്ഞാൽ അലി റളിയല്ലാഹുവിനല്ലാതെ മറ്റാർക്കും ലോകത്ത് കിട്ടിയിട്ടുണ്ടാവില്ല, ലോക ചരിത്രത്തിൽ അങ്ങനെ ആർക്കും കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പം അതിലൂടെ വന്ന, എന്നാൽ ഇന്ന് നമ്മൾ നോക്കി ലോകത്ത് ഇത്തരം റമദാൻ 21-ന് എല്ലാ തരത്തിലുള്ള ഓരോ സംഗതികളും നമ്മൾ അനുസ്മരിക്കുന്നു. നമ്മൾ ഇപ്പോൾ ഒരു നാട്ടിൽ ഈ പള്ളിക്കത്തെ മൊയിലാർ മരിച്ചാൽ പോലും നമ്മളെന്താ ചെയ്യണേ, വലിയ വലിയ 3-4 ദിവസങ്ങളൊക്കെ ഉറൂസും. പക്ഷെ അലി റളിയല്ലാഹുവിൻ്റെ ഇത്തരം വലിയൊരു അനുസ്മരണതായിട്ട് നമ്മുടെ നാട്ടിൽ അലി റളിയല്ലാഹുവിനും ഫാത്തിമ ബീവിയും തമ്മിലുള്ള ആ ബന്ധത്തിൻ്റെ പേരിലാണ് ഇവിടുത്തെ മൊത്തം തങ്ങന്മാരുണ്ടായത്. ഏതെങ്കിലും ഒരു തങ്ങള് അലി റളിയല്ലാഹുവിന് എൻ്റെ വല്യാപ്പയാണ്, ഈ കുടുംബം തുടങ്ങിയത് അവിടുന്നാണ് എന്നുള്ള പേരിൽ പോലും ഒരു ഉറൂസ് പോലും നടത്തണ നമുക്ക് കാണാനില്ല. അതും ഇസ്ലാമിക ലോകത്ത് അത്ര വലിയ ശുഹദാന്റെ അങ്ങേ അറ്റത്തൊരു പ്രതിഫലത്തോടു കൂടിയാണ് അലി റളിയല്ലാഹു ഈ ലോകത്തോട് ഇവിടെ വാങ്ങി നിസ്കാരത്തിൽ ചെയ്യും. അപ്പം ഈ എല്ലാ തരത്തിലുള്ള ഉറൂസുകളും കാര്യങ്ങളും നടത്താൻ നമ്മൾ, പക്ഷെ അലി റളിയല്ലാഹുവിനെ സ്മരിക്കും. നമ്മൾ പറയാം സോഷ്യൽ മീഡിയകളിൽ നമ്മളിങ്ങനെ പരതി നോക്കുമ്പോൾ നമുക്ക് എവിടെയും കാണാൻ കഴിയില്ല. അപ്പം പക്ഷേ എന്തുകൊണ്ടാണ് അതിൻ്റെ ഒരു വിഷയം എന്ന് വെച്ചാൽ, ഈ അലി റളിയല്ലാഹുവിനെ കുറിച്ചുള്ള സ്മരണകളും അലി റളിയല്ലാഹുവിനെ കുറിച്ച് സ്മരിക്കപ്പെടുമ്പോഴും അത് ശീസമാണോ എന്നുള്ള ഒരു ആദ്യ ആൾക്കാരുടെ മുമ്പിൽ ആളുകൾക്ക് അത് നിൽക്കുകയാണ്. അത് പക്ഷേ അതിന് ധീരമായിട്ട് ആളുകൾ ഇടപെട്ടിട്ടില്ലെങ്കിൽ, കാരണം ഒരാളുടെ മുനാഫിക് തരവും അയാളുടെ ഉള്ളിലെ കാപട്യവും ഇസ്ലാമിനോട് അയാളുടെ ഈമാനും വേർതിരിക്കപ്പെടുന്നത് ഈ ഒരൊറ്റ പോയിന്റിലാണ്, അലി റളിയല്ലാഹുവിനുമായിട്ടുള്ള ബന്ധം. ഇപ്പോൾ ഒരാൾക്ക് അലി റളിയല്ലാഹുവിനുമായിട്ട് എന്തെങ്കിലും അനുസ്മരിക്കപ്പെടുക, അലി റളിയല്ലാഹുവിനുമായിട്ട് എന്തെങ്കിലും പറയപ്പെടുമ്പോൾ മാനസികമായൊരു അസ്വസ്ഥത, എന്ത് എന്നുള്ളൊരു സംഗതി ഉണ്ടാവുകയാണെങ്കിൽ അതോടുകൂടി അയാളുടെ ഈമാൻ്റെ കുറവും അയാളുടെ നിഫാക്കും അയാൾക്കുള്ളിലുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ലക്ഷണമാണ്. അതായത് അയാൾക്ക് സ്വയം വിലയിരുത്താവുന്ന, ഓരോരുത്തർക്കും സ്വയം വിലയിരുത്താവുന്ന ഒരു കാര്യം. ഞാൻ ആൾക്കാരുടെ പൊതുവായൊരു കാര്യം പറയില്ല. അപ്പം പക്ഷേ നമ്മൾ പറയുമ്പോൾ ഷിയ വിശ്വാസങ്ങൾക്കനുസരിച്ച് നമ്മൾ പറയുമ്പോൾ ഷിയ വിശ്വാസങ്ങൾ അലി റളിയല്ലാഹുവിനെ കുറിച്ചുള്ള ദർശനത്തിൽ എത്രയോ പരിമിതമാണ്. കാരണം അലി റളിയല്ലാഹുവിനെ കുറിച്ചുള്ള ദർശനത്തിൽ അതിൻ്റെ രാഷ്ട്രീയമായ വശത്തിൽ ഊന്നിയിട്ടാണ് ഷിയ, ഏത് ഇസ്നാശരി ഷിയ ഇതായാലും ആ വിശ്വാസങ്ങളൊക്കെ പോകണം. പക്ഷേ അതേസമയം സുന്നി പക്ഷത്ത് നമ്മൾ നോക്കുമ്പോൾ സുന്നി പക്ഷത്ത് അതും ആ 4ാം ഖലീഫ എന്നുള്ള രീതിയിലുള്ളൊരു പരിഗണനയോട് കൂടി ആ വിഷയം പോകും. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമ്മൾ ഇപ്പോൾ നിസ്കാരത്തിലാണെങ്കിൽ നമ്മൾ സലാത്ത് ചെല്ലുമ്പോൾ നമ്മൾ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅല ആലി സയ്യിദിന മുഹമ്മദിൻ എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും നബിൻ്റെ ആലിൻ്റെ മേലെന്ന്. ഈ ആല് എന്ന് പറഞ്ഞാൽ ആരാണ്? അത് അലി റളിയല്ലാഹുവിനുമാണ്. കാരണം അതിൽ നിന്ന് തുടങ്ങിയതേ ആലുള്ളൂ. ഈ ആല് എന്ന് പറഞ്ഞാൽ അതിന്റെ ശേഷം വരുന്ന സംഗതിയാണ്. അത് തുടങ്ങണം, അതെല്ലാം ആല് എന്ന് പറഞ്ഞാൽ അലി റളിയല്ലാഹുവിനാണ്. ബാക്കിയൊക്കെ അതിൽ നിന്ന് ഉണ്ടായിത്തീരുന്നതാണല്ലോ ബാക്കിയെല്ലാം. അപ്പം അതുപോലും ആ ഒരു ഇതുപോലും അലി റളിയല്ലാഹുവിനോട് ആ ഒരു തരത്തിലുള്ള ഇതുപോലും പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ ആ ഒരു വിശ്വാസ കാര്യങ്ങൾ ഉണ്ടാവണത്. കാരണം ഇത് പേടിപ്പിച്ച് ആളുകളുടെ ഇടയിൽ ഭയം
ഉണ്ടാക്കി തീർക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ ഷിയായിസത്ത്. അപ്പോൾ ഷിയായിസത്തിൻ്റെ ആ പരിമിതികൾ അലി റളിയല്ലാഹുവിനെ കുറിച്ചുള്ള ദർശനത്തിൽ, അലി റളിയല്ലാഹുവിനെ കുറിച്ചുള്ള വിഷയത്തിൽ അതിൻ്റെ ഒരു പരിമിതികളുണ്ട്. കാരണം അലി റളിയല്ലാഹു ഇതൊന്നും അല്ല ഈ പറഞ്ഞ ഭൗതികമായ രാഷ്ട്രീയപരമായ നേതൃത്വത്തിൻ്റെ അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ പിന്നെ നമ്മൾ ഈ പറയുന്ന രൂപത്തിലുള്ള എന്തെങ്കിലും ഖിലാഫത്ത്, ഒന്നാമത് ഖിലാഫത്ത് കിട്ടേണ്ടത് അലി റളിയല്ലാഹുവിന്, ആ ഒരു വാദത്തിലൊന്നും പ്രത്യേകിച്ച് അലി റളിയല്ലാഹുവിനെ സ്ഥാപിക്കാനില്ല. കാരണം അതിലൊക്കെ ഉപരിയായ ചില വിഷയങ്ങളുടെ രഹസ്യങ്ങളുടെ അത്യപാരമായ രഹസ്യങ്ങളുടെ ഒരു മേഖലയാണ് അലി റളിയല്ലാഹുവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കിടക്കുന്നത്. അത് ബഹുമാനപ്പെട്ട തസൗഫിൻ്റെ അഹ്ലുകാരിലൂടെയാണ് ബഹുമാനപ്പെട്ട ഖൗസുൽ ആദം ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു അതുപോലുള്ള മഹാന്മാരിലൂടെയാണ്, അതിൻ്റെ പാരമ്പര്യങ്ങളിലൂടെയാണ് അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് കൈമാറ്റം ചെയ്യപ്പെട്ടു വന്നിട്ടുള്ളത്. അതിലൂടെയാണ് അലി റളിയല്ലാഹുവുമായിട്ട് ആളുകൾ, ജനങ്ങൾ ബയ്യത്തുകൾ പുതുക്കുന്നതും അലി റളിയല്ലാഹുവിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അള്ളാഹുവിലേക്കും ചെന്ന് ചേരുന്നതൊക്കെ. അപ്പം ഇതിൻ്റെ ഒക്കെ കണക്ഷൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ അന മദീനത്തുൽ ഇൽമി വാലിജിൻ ബാബുഹ, ഞാൻ ഇൽമിൻ്റെ നഗരമാണെങ്കിൽ അതിലേക്ക് പ്രവേശിക്കാനുള്ള കവാടം അലിയൻ കറമല്ലാഹു വജ്ഹു. അപ്പം ഈ കവാടത്തിലൂടെ അല്ലാതെ ആൾക്കാർക്ക് ഇതിൽ അകത്തേക്ക് പ്രവേശിക്കാൻ കഴിയൂല എന്ന ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അത്ര ദൃഢമായ ഹദീസ് ഉണ്ടായിട്ടും ഇതിലേക്ക് ഈ അള്ളാഹുവിൻ്റെ വിജ്ഞാനത്തിലേക്കും കാര്യങ്ങളിലേക്കും കടക്കാൻ അലി റളിയല്ലാഹു ആകുന്ന ആ വാതിലിനെ സമീപിക്കണം എന്നുള്ള ഒരു ബോധം ആളുകളുടെ മനസ്സിലേക്ക് അത് വരുന്നില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു ഇതുള്ള പശ്ചാത്തലത്തിൽ നമ്മൾ ഈ കൂടുതൽ ഈ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നതിനും അലി റളിയല്ലാഹുവുമായിട്ടുള്ള സ്മരണകൾ നമ്മൾ പുതുക്കുന്നത് മജ്ലിസുകളിലേക്കും കാര്യങ്ങളിലേക്കൊക്കെ അത് കൂടുതൽ വികസിച്ച് വരേണ്ടതൊക്കെ നമ്മുടെ നാട്ടിൽ അത്യാവശ്യമായൊരു കാര്യവുമാണ്. അപ്പോൾ ഈ പരിശുദ്ധമാക്കപ്പെട്ട അവിടുത്തെ ഷഹാദത്തിൻ്റെ ഒരു ദിനത്തിൽ ആ ഓരോ ദിവസവും ഓരോ സെക്കൻഡിലും നമ്മൾ ഓരോ ശ്വാസത്തിലും അവിടുത്തെ ഓർമ്മകളിലും അവിടുത്തെ വഴികളിലൂടെ കിട്ടിയിട്ടുള്ള അവിടുത്തെ സ്ഥിരം ഓർമ്മിപ്പിക്കേണ്ട നിർബന്ധിതമായ അവസ്ഥയിലും തന്നെയാണ് നമ്മൾ ഓരോ ശ്വാസവും ഓരോ സെക്കൻഡുകളും കഴിഞ്ഞു. പക്ഷേ ജനങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മൾ അതിൻ്റെ പേരിൽ ഒരുമിച്ച് കൂടേണ്ടതുമായ പ്രത്യേകമായ സന്ദർഭങ്ങളും ഈ ഒരു അവസരത്തിലുണ്ട്. അള്ളാഹു അതിൻ്റെ ഒരു പിന്നെ ഉന്നതമാക്കപ്പെട്ട അവസ്ഥകളെ നൽകപ്പെടുന്ന ഒരു സുദിനങ്ങളാക്കി, രാവുകളാക്കി ഈ പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ്റെ ദിനരാത്രങ്ങൾ നമുക്ക് മാറ്റിത്തരുമാറാകട്ടെ. ആമീൻ.